അപ്പോൾ നമ്മൾ പൈത്തോൺ ഐഡിയലി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് എക്സാമ്പിളുകൾ കാണിച്ചു തരാം. പൈത്തോണിൻ്റെ ഐഡിയലിൻ്റെ ആ സ്ക്രീനാണിത്. അപ്പോൾ ആദ്യം എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് 10 എന്ന് പറഞ്ഞ വാല്യൂവിനെ അസൈൻ ചെയ്തു. നമ്മൾ എന്നെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ ടൈപ്പിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ കോമട്ടിട്ട് പ്രിൻറ്റ് എ, കോമട്ടിട്ട് ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ 10ഉം കിട്ടി. എൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ് ആയതുകൊണ്ട് ഇൻറ്റെന്ന് അവിടെ കാണിച്ചു. അപ്പോൾ ഏതൊരു ഡാറ്റ ടൈപ്പിൻ്റെയും ടൈപ്പ് ഏതാണെന്ന് അല്ലെങ്കിൽ ഏതൊരു വേരിയബിളിൻ്റെയും ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ആ വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ മതി. അടുത്തത് എ ഇസ് ഈക്വൽ ടു 1 അസൈൻ ചെയ്യാണ്. പ്രിന്റ് എനെ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ 1 എന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇനി ഡിലീറ്റ് എ. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള കോഡ് DEL. അപ്പോൾ ഇനി നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കിയേ. അപ്പോൾ എ കിട്ടാൻ പാടില്ല, എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് കാണിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കും. ഒരു എറർ മെസ്സേജ് കാണിച്ചതിന് ശേഷം എ ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എ ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എ അവിടെ ഇല്ല, കാരണം എ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 3 + 4j ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ എക്സിൻ്റെ ടൈപ്പ് ഏതാണെന്ന് അറിയണം. എക്സ് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ്. അപ്പോൾ ടൈപ്പ് ഓഫ് എക്സ് കൊടുക്കുക. അപ്പോൾ കോംപ്ലക്സ് ആണോ കിട്ടുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ക്ലാസ് കോംപ്ലക്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ളത് കോംപ്ലക്സ് നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏതൊരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തൊരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യാണ്. സ്ട്രിങ് ഹലോ വേൾഡ്. അത് സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ ഹലോ വേൾഡ് എന്നുള്ളത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അടുത്ത പ്രിന്റ് str. അതിന് എറർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ പ്രിന്റ് str അവൻ എന്തോ ചെയ്തു, ഹലോ വേൾഡ് എന്ന് കാണിച്ചു. അടുത്തത് str എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലെ ആദ്യത്തെ പൊസിഷനിൽ, അതായത് 0th പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാന്നുള്ളത് കാണണം. അതിനുള്ള കോഡാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിന്റ് str ബ്രാക്കറ്റിൽ കൊടുക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ str ഓഫ് 0, അവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ h എന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം h ആണ് ഇപ്പോൾ ആദ്യത്തെ ഉള്ളത്. ഹലോ വേൾഡിൽ h ആണ് ആദ്യത്തത്. അടുത്തത് പ്രിന്റ് str to 5. അപ്പോൾ 2, 3 ആ പൊസിഷനിലുള്ള സംഗതികൾ. അപ്പം 2, 3, 4 പൊസിഷനിലുള്ളത്. അപ്പോൾ അത് LLO അതാണ് കിട്ടിയത്. അടുത്തത് 2 മുതൽ ബാക്കിയുള്ള എല്ലാം കിട്ടണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? പ്രിന്റ് str to ഒരു കോളനാണ് ഇടേണ്ടത്. കോളൻ ഇട്ടിട്ട് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ 2ന് ശേഷമുള്ള എല്ലാം കിട്ടും. അപ്പം HE പോയിട്ട് ഹലോ വേൾഡിലെ LLO സ്പേസ് വേൾഡ് എന്ന് കിട്ടും. അടുത്തത് പ്രിന്റ് str into 2. str ഉള്ളത് എന്താണോ അത് 2 തവണ വരും. അപ്പോൾ str into 2 കൊടുക്കുക. ഇൻറ്റുവിന് സ്റ്റാർ സിംബലാണ്. അപ്പോൾ ഹലോ വേൾഡ് ഹലോ വേൾഡ്. into 3 കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഹലോ വേൾഡ് എന്ന് 3 പ്രാവശ്യം കിട്ടും. into 4 കൊടുത്താൽ ഹലോ വേൾഡ് 4 പ്രാവശ്യം കിട്ടും. അടുത്തത് str എന്ന സ്ട്രിങ്ങിലേക്ക് വേറെ എന്തെങ്കിലും ഒരു സ്ട്രിങ്ങിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ +പൈത്തോണാണ് കൊടുക്കുന്നത്. ആ പ്ലസ് എന്ന സിമ്പൽ കൊടുക്കുക. പ്ലസ് എന്ന സിമ്പൽ കൊടുത്തതിന് ശേഷം പൈത്തോൺ എന്നുള്ളത് സിംഗിൾ കോട്ടിൽ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? str ഹലോ വേൾഡ് പൈത്തോൺ എന്ന് കിട്ടും. ഇനി ഹലോ വേൾഡും പൈത്തോണിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിംഗിൾ കോട്ടല്ല, ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ പൈത്തോൺ എന്നുള്ളതിൻ്റെ അവിടെ ഒരു സ്പേസ് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഹലോ വേൾഡ് പൈത്തോൺ കിട്ടി. ഇനി അടുത്ത എക്സാമ്പിളാണ് എസ് പറഞ്ഞ ഒരു സ്ട്രിങ് ആണ്. അതിലേക്ക് ഞാൻ ഹലോ വേൾഡ് കൊടുക്കുകയാണ്. പ്രിന്റ് LEN എന്ന് പറഞ്ഞാൽ ലെങ്ത് കാണാനാണ്. ഒരു എറർ ഉണ്ട്, കാരണം LEN ബ്രാക്കറ്റിൽ കൊടുക്കണം. അപ്പോൾ പ്രിന്റ് LEN ഓഫ് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കിട്ടണം. അപ്പോൾ ടോട്ടൽ ക്യാരക്ടേഴ്സ് എത്ര ഉണ്ട്? 11 ഉണ്ടാവും. സ്പേസ് അടക്കം 11 ഉണ്ടാവും. നമുക്ക് നോക്കാം. 11 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞത് 11 ലെറ്റേഴ്സ് ഉണ്ട്. അടുത്തത് എസ് ഡോട്ട് അപ്പർ. എസ് എന്ന സ്ട്രിങ്ങിലുള്ള എല്ലാ ലെറ്റേഴ്സിനെയും അപ്പർ കേസിലേക്ക് മാറ്റണം. അപ്പോൾ ഹലോ വേൾഡ് എന്നുള്ളത് ഫുള്ള് അപ്പർ കേസിൽ കാണിക്കും. സ്ട്രിങ് ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. LEN അപ്പർ കുറേ എണ്ണം ഉണ്ട്. അടുത്ത എസ് ഡോട്ട് ഫൈൻഡ്. ഏതെങ്കിലും ഒരു ലെറ്ററിൻ്റെ പൊസിഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് O എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ പൊസിഷൻ കണ്ടെത്തണം. അപ്പോൾ അത് 4ാമത്തെ പൊസിഷനിലാണ് O എന്ന് കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തേൻ്റെ ഇത് ഹലോ വേൾഡിൽ 2 O ഉണ്ട്, അതിൽ ആദ്യത്തേൻ്റെ ആണ് കാണിച്ചത്. അടുത്ത എസ് ഡോട്ട് റീപ്ലേസ്. ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് പകരം അടുത്ത ക്യാരക്ടർ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ എസ് ഡോട്ട് റീപ്ലേസ് ഓ എന്ന് പറഞ്ഞ ലെറ്ററിന് പകരം നമ്മൾ J എന്ന് പറഞ്ഞ ലെറ്ററാണ് കൊടുക്കുന്നത്. അത് ചെയ്തു ഹലോ വേൾഡിലെ 2 O ഉണ്ട്, ആ 2 സ്ഥലത്ത് J എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ട്രിങ് ഫങ്ഷൻസ് ആണ്. കുറേ എണ്ണം ഉണ്ട്, ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇനി ഓരോരോ എക്സാമ്പിളും ഞാൻ പറയാം. അടുത്ത ഹെൽപ്പ് എസ്. അപ്പോൾ എസ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലുകൾ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ?